മന്ത്രിക്കൊക്കെ ഇടപെടാൻ ഭയമാണെന്നാ തോന്നുന്നത്. ആയിരിക്കാം. പക്ഷെ മുടങ്ങിക്കിടക്കുന്ന പ്രോജക്റ്റിന് കേസുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അതിൽ ഒരുപാട് പേരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവില്ലേ? ആ, അവരൊക്കെ അത് പ്രശ്നമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊരു വലിയ നാണക്കേടായിട്ട് മാറി കമ്പനിയുടെ ഗുഡ്വില്ല് നഷ്ടപ്പെടും. ഇത്രയും നാളും ഒരു ചീത്തപ്പേര് പോലും കമ്പനിക്ക് ഉണ്ടായിട്ടില്ല. ആദർശേന്റെ അച്ഛനായിട്ട് തുടങ്ങിയ ബിസിനസ്സാ. ആദർശേന്റെ അമ്മയും ആദർശേനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട കമ്പനി ഇത്രയും വളർത്തി വലുതാക്കിയത്. ഇപ്പൊ ഒരു പ്രൊജക്ടിന്റെ പേരില് ആ സൽപ്പേര് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ കഷ്ടം. ആദർശേട്ടൻ കമ്പനിയുടെ ചുമതലകളെല്ലാം എന്നെ ഏൽപ്പിച്ച സമയത്ത് അങ്ങനെ സംഭവിക്കുമ്പോ വെറുതെ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് തനിയെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈശ്വരൻ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അതിന് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കണം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും എളുപ്പവും പ്രാക്ടിക്കലുമായുള്ള വഴിയും അതുതന്നെയാണ്. അത് ശരിയാണ് മോഹനേട്ടാ.